ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വായിക്കാം യാക്കോബിൻ ലേഖനം 5-13 മുതൽ. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി
അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ശ്ലീഹ വളരെ അഗാധമായ ദാഹത്തോടുകൂടി പറയുകയാണ് പ്രാർത്ഥിക്കാൻ. വളരെ പ്രായോഗികമായ കാര്യങ്ങളാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാവുന്ന പ്രായോഗികമായ കാര്യങ്ങൾ. ദീനം വരുന്നു, രോഗം വരുന്നു, പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണപൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാൻ്റെ സത്യയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. സ്തോത്രം. ദീനക്കാരൻ രോഗം, ഈ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാവിൽ നിറവുള്ള ഒരു അഭിഷിക്തനെ വിളിച്ചു വരുത്തട്ടെ. ആത്മാവിൽ നിറവുള്ള കർത്താവിൻ്റെ ഒരു അഭിഷിക്തം വരട്ടെ. വിളിച്ചു വരുത്താം. ആത്മനിറവുള്ള ഒരു ദൈവദാസൻ. ആത്മാവിൻ്റെ നിറവ് മാത്രമല്ല, ആത്മാവിൻ്റെ അധികാരമുള്ള ഒരു ദൈവവൈതൽ വരണം. ആത്മാവിൻ്റെ അധികാരം, ആത്മാവിൻ്റെ നിറവും ആത്മാവിൻ്റെ അധികാരവും എല്ലാം വളരെ അത്ഭുതകരമായ ചില അനുഭവങ്ങളാണ്. ചില അത്ഭുതകരമായ ചില ആത്മീയ സത്യങ്ങളാണ്. ആത്മനിറവ്, ആത്മാവിൻ്റെ അധികാരം. ദ സ്പിരിച്വൽ അതോറിറ്റി എന്ന പേരിൽ വാച്ച്മാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. സ്പിരിച്വൽ അതോറിറ്റി, ആത്മീയ അധികാരം. ഒരു പുതിയ ദിശയിലൂടെ ചിന്തിക്കാൻ നമുക്ക് സഹായമാകുന്നൊരു പുസ്തകമാണത്. ആത്മീയമായ ചില അധികാരങ്ങളുണ്ട്, അധികാരസ്ഥന്മാരുണ്ട്. ആത്മീയമായ ചില അധികാരങ്ങൾ. ദൈവത്തിന് സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം ആദ്യവാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. നമുക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം ആദ്യവാക്യങ്ങൾ. ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ശ്രേഷ്ഠമായ അധികാരങ്ങളുണ്ട്. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ദൈവത്താലല്ലാതെ ആർക്കും ഒരു അധികാരമില്ല. ദൈവം തരാത്തൊരു അധികാരം ആർക്കും എടുക്കാൻ പറ്റുകയില്ല. ഇന്ന് മനുഷ്യൻ സ്വയം അധികാരം കൈയാളുന്നവനാണ്. തെറ്റാണത്. മനുഷ്യന് ഒരു അധികാരവും ഇല്ല. എന്നാൽ ദൈവം ചില ആത്മീയ അധികാരങ്ങൾ തൻ്റെ അഭിഷിക്തന്മാർക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. തൻ്റെ ആത്മാവിൻ്റെ നിറവുള്ള ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ചില അധികാരങ്ങൾ കരുതിയിട്ടുണ്ട്. ഒന്നുകൂടെ വായിക്കാം. ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ആത്മീയ അധികാരങ്ങളെല്ലാം ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ അധികാരങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദൈവത്താൽ നിയമിക്കപ്പെട്ടാണ്. ദൈവം നിയമിച്ചതാണ് ഈ അധികാരങ്ങൾ. പിന്നെ ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. ദൈവത്തിൻ്റെ ആത്മീയമായ അധികാരത്തോടായി മറുത്തു പോകരുത്. അതുകൊണ്ട് മറുത്താൽ ദൈവ വ്യവസ്ഥയോട് മറുക്കുകയാണ്. ദൈവം വെച്ചിട്ടുള്ളതായ അധികാരങ്ങളോട് ആരും മത്സരിച്ച് പോകരുത്. ദൈവം വെച്ചിട്ടുള്ളതായ അധികാരങ്ങളോട് ആരും എതിർത്ത് പോകരുത്. മറുത്ത് മത്സരിക്കരുത്. മത്സരിച്ചാലോ ദൈവ വ്യവസ്ഥയോട് മറുക്കുകയാണ്. ജീവനുള്ള ദൈവത്തോടാണ് മറുക്കുന്നത്. അത് ദൈവത്തിലും പരത്തിലും മോചിക്കാത്ത പാപമായി തീരും. കാരണം അത് പരിശുദ്ധാത്മാവിന് നേരെയുള്ള പാപമായി തീരും. ദൈവ വ്യവസ്ഥയോട് മറുതലിക്കരുത്. ദൈവിക അധികാരത്തോട് ചോദ്യം ചെയ്യരുത്. ദൈവ അധികാരത്തെ സംശയത്തോടെ വീക്ഷിക്കരുത്. ദൈവിക അധികാരത്തെ മനുഷ്യബുദ്ധിയിൽ കണക്കിട്ട് ഓരോന്ന് വിശകലനം ചെയ്യാൻ നോക്കരുത്. ദൈവത്താൽ നിയമിക്കപ്പെട്ടതായ അധികാരങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. മറുത്തുപോയാലോ ശിക്ഷാവിധി പ്രാപിക്കും. ദൈവികമായ അധികാരങ്ങളെ മറുത്തുപോയാൽ ശിക്ഷാവിധി പ്രാപിക്കും. പിന്നെ വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ? അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ? ഭയം തോന്നാതിരിക്കുകയാണോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നീ നന്മ ചെയ്താൽ അധികാരമുള്ളവൻ്റെ അടുക്കൽ നിന്ന് നിനക്ക് പുകഴ്ച ലഭിക്കും, നിനക്ക് പ്രശംസ ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. നന്മയ്ക്ക് വേണ്ടിയാണ് ഈ അഭിഷിക്തൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്.
നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക. നീ നന്മ ചെയ്യേണ്ടവരെ നീ തിന്മ ചെയ്താലോ നീ ഭയപ്പെടണം. ഭയപ്പെടുക. വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. ഈ അധികാരിയായവൻ കൃപ പകരുന്നവനാണ്, പക്ഷേ അവൻ്റെ കയ്യിൽ വാളുമുണ്ട്. വാൾ വെറുതെയല്ല വഹിക്കുന്നത്, അവൻ വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. ദോഷം പ്രവർത്തിക്കുന്നതിനെ ശിക്ഷിക്കാൻ മടിക്കുകയില്ല. പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരനായി ദോഷം ചെയ്യുന്നതിനെ ശിക്ഷിക്കാൻ മടിക്കുകയില്ല. അതുകൊണ്ട് വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ്റെ കയ്യിൽ കൊല്ലുവാനുള്ള വാളുണ്ട്, അവൻ്റെ കയ്യിൽ അധികാരസ്ഥൻ്റെ വാളുണ്ട്, അവൻ്റെ കയ്യിൽ അധികാരസ്ഥൻ കൈയാളുന്ന വാളുണ്ട്. അതുകൊണ്ട് അധികാരങ്ങളെ നിങ്ങൾ ഭയപ്പെടുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ഒരു അധികാരമാണ് രോഗത്തിൻ്റെ മേലുള്ള അധികാരം. രോഗത്തിൻ്റെ മേലുള്ള അധികാരം. രോഗത്തിന് പിന്നിലൊരു ദുരാത്മാവുണ്ട്. ഏത് രോഗത്തിൻ്റെയും പിന്നിൽ ദുരാത്മാവുണ്ട്. ആ ദുരാത്മാവിൻ്റെ മേൽ അധികാരമുള്ളവനെയാണ് സമീപിക്കേണ്ടത്. നിങ്ങൾ രോഗിയായിരിക്കുന്നവൻ സഭയിലെ മൂപ്പന്മാർ വരുത്തട്ടെ. നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാർ വരുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, രോഗം പലതും ശരീരത്തിൽ പിശാച് അവകാശം പറയുന്നതുകൊണ്ടാണ്. നോക്കൂ, ഇന്ന് ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് ആളുകൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ദൂരെ ദൂരെ ഇരുന്നുകൊണ്ട് ഈ വാക്കുകളെ കേൾക്കുന്നവരുണ്ടല്ലോ. നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ഇനിമേൽ പാപം വരികയില്ല എന്ന് തീരുമാനിച്ചിട്ട് വേറെ ആരുടെ സഹായം വേണ്ട, നിങ്ങൾ ദൈവത്തോട് വാക്ക് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ രോഗം പോകും. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന അനേകം രോഗങ്ങളും അവൻ്റെ കോപം കൊണ്ടാകാം, അല്ലെങ്കിൽ അവൻ്റെ പാപം കൊണ്ടാകാം. കോപവും പാപവും. കോപിഷ്ഠന്മാരായ ആളുകൾക്ക് അവർക്ക് ഞരമ്പ് രോഗങ്ങളുണ്ടാകുന്നു. ഭയങ്കരമായി കോപിക്കുന്ന ആളുകൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നു. ഭയങ്കരമായി കോപിക്കുന്ന ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ തന്നെ വല്ലാത്ത വലിച്ചിലും വല്ലാത്ത ഇറുകലും ഉണ്ടാകുന്നു. കോപിക്കുന്ന ആളുകൾക്ക് അവരുടെ ശരീരം വല്ലാതെ വിയർക്കുകയും അവരുടെ രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ശരീരത്തിലേക്ക് വരുന്ന രോഗാണുക്കൾ ചെറുക്കാനുള്ള ശക്തി ശരീരത്തിൽ രക്തത്തിനുണ്ട്, അത് നഷ്ടപ്പെട്ടു പോകുന്നു. എന്തിന്? കോപിക്കുന്നയാൾ കോപിക്കുമ്പോൾ ഈ ശരീരത്തിലൂടെ രക്തധമനികളിലൂടെ പ്രവഹിക്കുന്നതായ രക്തം ചൂടുപിടിക്കുന്നു. കോപിക്കുന്നയാൾ കോപിക്കുന്ന സമയത്ത് രക്തം ചൂടുപിടിക്കുന്നു, രക്തം തിളയ്ക്കുന്നു. പറയില്ല, ചിലർ പറഞ്ഞു കേട്ടില്ലേ, എൻ്റെ ചോര തിളക്കുകയാണെന്ന് പറയും. ഭയങ്കര കോപം, ഈ ചോര തിളക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ രക്തം തിളയ്ക്കുന്നു. അപ്പോൾ രോഗപ്രതിരോധത്തിനുള്ള ശക്തി തരുന്നതായ നല്ല അണുക്കൾ അത് വെന്തു പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. നോക്കൂ കാണാം, പല രോഗങ്ങളും നമ്മുടെ സ്വഭാവം മാറുമ്പോൾ മാറിപ്പോകുന്നു. സ്വഭാവം മാറുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിക്കുമ്പോൾ, നമ്മിൽ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ സ്വഭാവം മാറുമ്പോൾ നമ്മുടെ കോപം മാത്രമല്ല, മറ്റു ചില കൊള്ളതായ്മകളും മറ്റു ചില കൊള്ളരുതാത്ത സ്വഭാവങ്ങളും അതെല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു ശാന്തി ലഭിക്കുന്നു, ഒരു സുഖം ലഭിക്കുന്നു, രോഗസൗഖ്യം ലഭിക്കുന്നു. മാറാത്ത തലവേദനകൾ മാറിപ്പോകുന്നു. കാരണം അവിടെയുള്ള ടെൻഷൻ മാറി, അവിടെ ക്രിസ്തു അകത്തു വന്നു, ടെൻഷൻ പോയി. മാറാത്ത വയറുവേദനകൾ മാറിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു, സാമാന്യ ഭക്തനായ ഒരാളാണ്. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ വിദേശത്ത് ജോലിക്ക് പോയി. നല്ല ശമ്പളമുണ്ട്, ഉയർന്ന ശമ്പളമുണ്ട്. ഒരവസരത്തിൽ അത് നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ, വളരെ ആത്മാർത്ഥ സ്നേഹിതനാണ്, അടുത്തു വന്നു. ചോദിച്ചു, എനിക്ക് കുറച്ച് രൂപ ആവശ്യമുണ്ടായിരുന്നു. മാസം തോറും അങ്ങോട്ട് ശമ്പളം കൂടെ അയച്ചു തന്നാൽ ഞാനത് പലിശ സമേതം തിരികെ തന്നുള്ള എനിക്ക് ബിസിനസ്സിന് ഉപകാരപ്പെടും. നീ അയച്ചു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഏതായാലും നിങ്ങളവിടെ ബാങ്കിൽ ഇടുകയല്ലേ, അതിനേക്കാൾ കുറയാത്ത പലിശ ഞാൻ തരാം. വിശ്വസ്തനായ മനുഷ്യനാണ്, നല്ല സ്നേഹിതനാണ്. ഡോക്ടർ ഓരോ മാസവും രൂപ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. 4-5 വർഷം കഴിഞ്ഞാണ് ഡോക്ടർ നാട്ടിൽ വരുന്നത്. അപ്പോൾ നാട്ടിൽ വരുന്നു അറിയിച്ചിരുന്നു. പക്ഷേ എയർപോർട്ടിൽ ആളെ കണ്ടില്ല, ഈ സ്നേഹിതനെ കണ്ടില്ല. എന്താണാവോ, ഇത്രയും വലിയ ഉപകാരം ചെയ്ത് സഹായിച്ച ആ സ്നേഹിതൻ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. വന്നില്ല. വന്ന ഉടനെ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഒരു അയഞ്ഞ മറുപടി, ഒരു ഉത്സാഹമില്ലാത്തതുപോലെ, ഒരു പരിചയമില്ലാത്തതുപോലെ. ഡോക്ടർക്ക് സംശയമായി. ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് രൂപ തന്നുള്ളതിന് എന്താ തെളിവ്? രൂപ തന്നുള്ള തെളിവ് എന്താണ്? ഞാനെല്ലാം ബിസിനസ്സിൽ ചിലവഴിച്ചു പോയി, നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ രൂപയൊന്നുമില്ല.
ഡോക്ടർ അമ്പരന്ന് പോയി. ഇത്രയും വിശ്വസ്തനായ ഒരു സ്നേഹിതൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോയല്ലോ. ഡോക്ടർ ഉള്ളിൽ വലിയ നടുക്കമായി. ഈ കണ്ട 5 വർഷം ജോലി ചെയ്തതെല്ലാം വെറുതെ ജോലി ചെയ്തു, എല്ലാം കളഞ്ഞു. മനസ്സ് തീർത്തും അസ്വസ്ഥമായി. അന്ന് രാത്രി ചെന്നിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. ഡോക്ടർക്ക് അസഹ്യമായ വയറുവേദനയായി. അസഹ്യമായ വയറുവേദന. ഡോക്ടർക്ക് ചികിത്സ അറിയാവുന്ന ആളല്ലേ. ഏതോ അസിഡിറ്റി മറ്റോ ആണോ, ആൻറ്റാസിഡ്സ് എന്തെങ്കിലും കഴിക്കാം, എന്തോ എടുത്ത് കഴിച്ചു. അതുകൊണ്ടത് മാറുന്നില്ല. ഡോക്ടർ വളരെ കാര്യമായിട്ട് ചെയ്യാവുന്ന ചികിത്സയെല്ലാം ഡോക്ടർ തന്നെ ചെയ്തു, പറ്റിയില്ല. അടുത്തുള്ള വലിയൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ വിദഗ്ധനായ ഡോക്ടർ നോക്കി. ഡോക്ടർ പ്രത്യേക കാരണമൊന്നും കാണുന്നില്ല. വയറിലൊരു അൾസർ രൂപപ്പെട്ടു വരുന്നു എന്ന് പറഞ്ഞു. അൾസർ ഒരു വ്രണം രൂപപ്പെട്ടു വരുന്നു. ഡോക്ടർ ഇനി എന്താ വേണ്ടത്? ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഡോക്ടർ ഒന്നുകൂടി അമ്പരപ്പിലായി. ഒന്നിനൊന്ന് പ്രയാസം വരുത്തുകയാണ്. രൂപയോ പോയി, ഇപ്പോൾ രോഗവും വന്നു. കഷ്ടം. ആയുടെ ഡോക്ടർ സ്റ്റാൻലി ജോൺസ് അവിടെ അടുത്ത് പ്രസംഗിക്കാൻ വന്നിരുന്നു. അനുഗ്രഹീത സുശേഷകനായ സ്റ്റാൻലി ജോൺസ് പ്രസംഗിച്ചപ്പോൾ ഡോക്ടർ പ്രസംഗം കേൾക്കാൻ പോയി. ആ പ്രസംഗം അദ്ദേഹത്തെ സ്പർശിച്ചു. അദ്ദേഹം പ്രസംഗം കഴിഞ്ഞപ്പോൾ സ്റ്റാൻലി ജോൺസിൻ്റെ അടുക്കൽ ചെന്നു. എനിക്ക് ഒരല്പസമയം സംസാരിക്കാൻ അവസരം തരാമല്ലോ. സ്റ്റാൻലി ജോൺസിൻ്റെ മുറിയിലേക്ക് അദ്ദേഹം ചെന്നു, സംസാരിച്ചു. സ്റ്റാൻലി ജോൺസ് ചോദിച്ചു, നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ രൂപ കിട്ടുകയാണോ വേണ്ടത്, അതോ നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കുകയാണോ വേണ്ടത്, രോഗം മാറുകയാണോ വേണ്ടത്, ഏതാ വേണ്ടത്? നിങ്ങൾക്ക് രൂപ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ രോഗം മാറുകയില്ല. കാരണം അത്രമാത്രം നിങ്ങൾക്ക് ആ രൂപയുടെ നഷ്ടപ്പെട്ടിട്ടുള്ള വേദനയുണ്ട്. ഏതാ വേണ്ടത്? രോഗം മാറുകയാണോ അതോ ആ രൂപ തിരികെ കിട്ടുകയാണോ വേണ്ടത്? ഡോക്ടർ പറഞ്ഞു, രൂപ കിട്ടിയില്ലെങ്കിൽ ശരി, എനിക്ക് രോഗം മാറണം. സ്റ്റാൻലി പറഞ്ഞു, പ്രയാസമാണ്, എങ്കിലും പറഞ്ഞു തരാം. നിങ്ങൾ ആ രൂപ വഞ്ചിച്ചെടുത്തവനോട് ക്ഷമിക്കണം. രൂപ ചതിച്ച് എടുത്തവനോട് നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് എങ്ങനെ ക്ഷമിക്കും? നിങ്ങൾ ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അയാൾക്ക് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ക്ഷമിക്കാൻ സാധിക്കും. അയാൾക്ക് നന്മ വരണേ എന്ന് പറഞ്ഞിട്ടൊന്നും ഉള്ളതിൽ തൊഴുന്നില്ല. കാരണം ഉള്ളിൽ നല്ല വൈരാഗ്യം ഇരിക്കുകയല്ലേ, ഉള്ളിൽ നല്ല കയ്പ് ഇരിക്കുകയല്ലേ. ഡോക്ടർ സ്റ്റാൻലി ജോൺസ് പറഞ്ഞു, നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ. രാത്രി ഏറെ നേരം ഈ സ്റ്റാൻലി ജോൺസിൻ്റെ മുറിയിലിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു. കുറേ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ആർദ്രത വന്നു. ക്ഷമിക്കാൻ തോന്നി. ഉള്ളൊഴിഞ്ഞ് ക്ഷമിച്ചു. വേണ്ട, രൂപ വേണ്ട, ആ രൂപ എനിക്ക് പ്രശ്നമല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അദ്ദേഹം ഒരു എഴുത്തെഴുതി. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എഴുത്തെഴുതി ഡോക്ടർ സ്റ്റാൻലി ജോൺസിൻ്റെ അടുക്കൽ നിന്നൊരു കവർ വാങ്ങിച്ചു. ആ കവറിൽ എഴുത്തിട്ടു. ആ എഴുത്ത്, നിങ്ങളോട് ഞാൻ സകലവും ക്ഷമിച്ചിരിക്കുന്നു, നിങ്ങളൊരു പൈസ പോലും തന്നില്ലെങ്കിലും എനിക്ക് നിങ്ങളോട് വഴക്കില്ല, ഇഷ്ടക്കുറവില്ല, ഞാൻ സകലവും ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് എഴുത്ത്. ആ എഴുത്ത് അദ്ദേഹം താമസിക്കുന്നിടത്തേക്ക് തിരിച്ചു വരുമ്പോൾ റോഡരികിലുള്ള ഒരു പോസ്റ്റ് ബോക്സിൽ ആ കവറ് പോസ്റ്റ് ബോക്സിൻ്റെ അടിയിൽ തൊട്ട ശബ്ദം കേട്ട മാത്രയിൽ വയറുവേദന മാറി. ആ കവർ, ആ എഴുത്ത് പോസ്റ്റ് ബോക്സിൻ്റെ അടിയിൽ ചെന്ന് വീണ ഒരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഇവിടെ വയറുവേദന മാറി. ഡോക്ടർ പിന്നെ രോഗമില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ സംഭവിച്ചെന്താണെന്നറിയാമോ? ഈ ആത്മാവ് വ്യാപരിച്ച് ദൈവത്തെ അനുസരിച്ച് ഹൃദയപൂർവ്വം ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ ആ രൂപ വാങ്ങിച്ച ആൾക്കൊരു കുറ്റബോധം. അദ്ദേഹം രൂപ മുഴുവൻ തിരിച്ചു കൊടുത്തു. മുഴുവൻ രൂപയും തിരിച്ചു കൊടുത്തു. നോക്കൂ, ദൈവം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ കുറച്ച് നേരം അമ്പരന്നിരുന്നു പോയി. ഇങ്ങനെയും ഉണ്ടല്ലോ ആത്മീയമായ വഴി. സാധാരണ മനുഷ്യർക്ക് അസാധ്യവും പ്രയാസമുള്ള ഒരു കാര്യമാണല്ലോ അദ്ദേഹം ചെയ്തത്. ഇന്ന് ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ഹൃദയത്തിൽ ചില ഈർഷ്യകൾ കിടപ്പുണ്ട്, ചിലരുടെല്ലാം ചില വൈരാഗ്യങ്ങൾ കിടപ്പുണ്ട്. നിങ്ങൾ ഉപകാരം ചെയ്തിട്ട് നിങ്ങളോടൊരു നന്ദി കാണിക്കാത്തവരോടുള്ളതായ നീരസം കിടപ്പുണ്ട്. നിങ്ങൾ സഹായം ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചൊരു ഉപകാരം ചെയ്യാത്തവരോട് നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ഇഷ്ടക്കുറവോ മുഷിച്ചിലോ വൈരാഗ്യമോ പകയോ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ശരീരത്തിന് പോലും രോഗം വരുത്തുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൽ അങ്ങനെ നിങ്ങൾക്ക് ഉപദ്രവം ചെയ്തവരെക്കുറിച്ചുള്ളതായ ഓർമ്മകൾ വരുമ്പോഴെല്ലാം നിങ്ങളുടെ ഹൃദയം പക കൊണ്ട് മൂടുകയാണ്.
ഹൃദയത്തിൽ വിദ്വേഷം പുകയുകയാണ്. അത് നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്നു, ശരീരത്തിൽ ലോകമായി ബാധിക്കുന്നു. സദൃശവാക്യങ്ങൾ 17-ാം അധ്യായം 22-ാം വാക്യം വായിക്കൂ. സദൃശവാക്യങ്ങൾ 17-22. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ ദൈവത്തിന് സ്തോത്രം, എ ചിയർഫുൾ ഹാർട്ട് ഈസ് എ ഗുഡ് മെഡിസിൻ. സന്തോഷമുള്ള മനസ്സ് ഒരു നല്ല മരുന്നാണ്. ബട്ട് എ ക്രഷ്ഡ് സ്പിരിറ്റ് ഡ്രൈസ് അപ്പ് ദ ബോൺസ്. ക്രഷ്ഡ്, ഞെരിഞ്ഞുപോയ മനസ്സ്, ഞെരിഞ്ഞമർന്നുപോയ മനസ്സ്. എ ക്രഷ്ഡ് സ്പിരിറ്റ് ഡ്രൈസ് അപ്പ് ദ ബോൺസ്. അസ്ഥികളെ ഉണക്കുന്നു, അസ്ഥികളെ ഉണക്കുന്നു, അസ്ഥികളുടെ ശക്തി നഷ്ടപ്പെടുത്തുന്നു, ഉണക്കിക്കളയുന്നു. എ ചിയർഫുൾ ഹാർട്ട് ഈസ് എ ഗുഡ് മെഡിസിൻ, ബട്ട് എ ക്രഷ്ഡ് സ്പിരിറ്റ് ഡ്രൈസ് അപ്പ് ദ ബോൺസ്. ദൈവത്തിന് സ്തോത്രം. സന്തുഷ്ടഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, എന്നാൽ തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. സന്തുഷ്ടഹൃദയം. ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം തീരുമാനിക്കാം. കർത്താവേ, പലതരത്തിൽ എൻ്റെ മനസ്സ് ദുഃഖിതമാണ്. ചിലരോടെല്ലാം ഈർഷ്യയുണ്ട്, ചിലരോടെല്ലാം പിണക്കമുണ്ട്, ചിലരോടെല്ലാം നല്ല മുഷിച്ചിലുണ്ട്. കർത്താവേ, ഞാനത് വേണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും പോകുന്നുമില്ല. ക്ഷമിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു നോക്കി, പക്ഷേ പിന്നെയും ഇടയ്ക്ക് പൊന്തി വരുന്നു. ഉള്ളിൽ ചില മുൻവിധികൾ വരുന്നു. എൻ്റെ കർത്താവേ, ഇതെല്ലാം എൻ്റെ ബലഹീനതകളാണ്. എനിക്ക് തന്നെത്താൻ ജയിക്കാൻ സാധിക്കില്ല. ഞാൻ അതുമായി ഇപ്പോൾ തിരുവമ്പാകെ വരുന്നു. ക്രൂശിൽ ക്ഷമ എന്ത് എന്നും സ്നേഹം എന്ത് എന്നും ത്യാഗം എന്ത് എന്നും നീ പഠിപ്പിച്ചു. ഞാൻ ക്രൂശിൻ്റെ സാക്ഷിയാകാനാണ് എൻ്റെ സമർപ്പണം. ക്ഷമ എന്ത് എന്ന് നീ പഠിപ്പിച്ചു, ത്യാഗം എന്ത് എന്ന് നീ പഠിപ്പിച്ചു, സ്നേഹം എന്തെന്ന് നീ പഠിപ്പിച്ചു. അതെല്ലാം നീ ക്രൂശിൽ മാതൃക കാണിച്ചു തന്നു. നിനക്ക് വേണ്ടി മുഴുവൻ എരിഞ്ഞു തീരുമെന്നാണ് എൻ്റെ സമർപ്പണം. കർത്താവേ, പക്ഷേ ഇന്നും എൻ്റെ ഹൃദയത്തിൽ ചില അമർഷങ്ങളുണ്ട്, ചില പുകയുന്ന നീരസങ്ങളുണ്ട്. കർത്താവേ, ഇപ്പോൾ ഞാനിതാ എൻ്റെ നിസ്സാരതയിൽ, എൻ്റെ അറിവില്ലായ്മയിൽ, എൻ്റെ ബലഹീനതയിൽ അവ വഹിച്ചുകൊണ്ട് ഞാൻ തിരുമുൻപാകെ വരുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഈർഷ്യയുള്ളവരോട് ഞാൻ മനഃപൂർവ്വം ക്ഷമിക്കുന്നു. കർത്താവേ, ഞാൻ ക്രൂസിൻ്റെ ചുവട്ടിലേക്ക് എൻ്റെ ഹൃദയത്തിലുള്ളതായ നീരസവും കയ്പും വിദ്വേഷവും എല്ലാം ഞാൻ താഴ്ത്തിയിടുന്നു. യേശുവേ, അവിടെ തീരാത്ത പ്രശ്നമില്ലല്ലോ, അവിടെ തീരാത്ത പാവമില്ലല്ലോ, ക്രൂസിൻ്റെ ചുവട്ടിൽ തീരാത്തതായ യാതൊരു ദോഷവുമില്ലല്ലോ. അവിടെ എല്ലാ പാപവും തീരുമല്ലോ. അവിടെ ആ കുരിശിൻ്റെ ചുവട്ടിലുള്ളതായ തിരക്തത്തിൽ എല്ലാ പാപവും കഴുകപ്പെടുമല്ലോ. കർത്താവേ, എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് കഴുകണം. തിരക്തത്താൽ എന്നെ കഴുകണം. ആരോടും വിദ്വേഷമില്ലാതെ, ആരോടും പകയില്ലാതെ, ആരോടും പിണക്കമില്ലാതെ എല്ലാവരെയും എൻ്റെ യേശു സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ച് യേശുവിൻ്റെ ഭാവത്തോടെ അവരെ കണ്ട് കർത്താവേ, ഒരു പുതിയ ജീവിതം ഇപ്പം ഞാൻ കൊതിക്കുന്നു. അത് നീ എനിക്ക് സാധ്യമാക്കി തരണം. അസാധ്യങ്ങൾ സാധിപ്പിച്ചു തരുന്നൊരു ക്രിസ്തു ജീവിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ എനിക്ക് അസാധ്യമായിരുന്നു, എന്നാൽ ഇനി ഞാൻ വിശ്വാസത്തോടെ വരുന്നു. എനിക്ക് അസാധ്യങ്ങളെ നീ സാധിപ്പിച്ചു തരണം. ദൈവത്തിൻ്റെ ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് തിരുവചനം പറയുന്നല്ലോ. കർത്താവേ, ഒരു കാര്യം അവിടത്തേക്ക് അസാധ്യമല്ലല്ലോ. ഇതാ ഞാൻ വരുന്നു. എൻ്റെ മുൻവിധികൾ ഞാൻ മാറ്റുന്നു, എൻ്റെ മുൻ ധാരണകൾ ഞാൻ മാറ്റുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിലുള്ളതായ ഈർഷ്യകളും പിണക്കങ്ങളും ഞാൻ മാറ്റുന്നു. എൻ്റെ ഹൃദയത്തിലുള്ളതായ മുഷ്ടിലുകളും നീരസങ്ങളും കയ്പുകളും ഞാൻ മാറ്റുന്നു. എൻ്റെ ഹൃദയത്തിൽ വന്നതായ മുറിവുകൾ ഞാൻ വേണ്ട എന്ന് വയ്ക്കുന്നു. ചിലരുടെ സംസാരം എനിക്ക് മുറിവുണ്ടാക്കി, ചിലരുടെ പെരുമാറ്റം എനിക്ക് മുറിവുണ്ടാക്കി, ചിലരുടെ വാക്കുകൾ എന്നെ മുറിപ്പെടുത്തി, എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തി, എൻ്റെ ഹൃദയത്തെ വ്രണപ്പെടുത്തി. ചിലർ എന്നോട് പെരുമാറിയ ചില പെരുമാറ്റങ്ങൾ എൻ്റെ ഹൃദയത്തിൽ മായാത്ത വ്രണമുണ്ടാക്കി. എന്നാൽ കർത്താവേ, ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ ബാധകളോട് യാത്ര പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പാപങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പാവബന്ധനങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ കോപ സ്വഭാവത്തോടും എൻ്റെ പാവബന്ധനങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാവങ്ങൾ എൻ്റെ മേൽ കണക്കിടല്ലേ. എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണമേ. നിത്യത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ അതൊന്നും എൻ്റെ മേൽ വായിച്ച് കേൾപ്പിക്കാനിട വരല്ലേ. കർത്താവേ, അതെല്ലാം തിരുസന്നിധിയിൽ മായ്ച്ച് കളയണമേ. രക്തത്താൽ കഴുകിക്കളയണമേ. എന്നെ നീ വിശുദ്ധനാക്കണമേ. എന്നെ നീ വിശുദ്ധയാക്കണമേ. എന്നോട് നീ മനസ്സിലാക്കണമേ. എൻ്റെ മേൽ നിൻ്റെ
കൃപ പകരണമേ. പ്രാർത്ഥിക്കൂ ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കൂ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കൂ. ദൈവത്തിന് സ്തോത്രം. സഭയിൽ ദീനമായി കിടക്കുന്നവൻ അവൻ പ്രാർത്ഥിക്കട്ടെ, അവൻ സഭയിൽ മുപ്പന്മാരെ വരുത്തട്ടെ, മുപ്പന്മാർ അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, പാവം ഏറ്റു കുറച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കട്ടെ എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പാവം ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിപ്പീൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ ഏറ്റു പറയുവീൻ, വന്നുപോയ പാവങ്ങളോട് യാത്ര പറയുവീൻ. പാവമില്ലാത്ത ഒരു പുതിയ ജീവിതത്തിൻ്റെ സൗഖ്യം നിങ്ങൾ അനുഭവിക്കുവീൻ. പാവമില്ലാത്ത ജീവിതത്തിന് സൗഖ്യമുണ്ട് എൻ്റെ സഹോദരങ്ങളെ. പാവമില്ലാത്ത ജീവിതത്തിന് സുഖമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷമാണ്. പാവമില്ലാത്ത ജീവിതം, പാവം തൊടാത്ത ജീവിതം, വിശുദ്ധമായൊരു ജീവിതം. എന്തോ ഒരു ധൈര്യമാണതിന്, എന്തൊരു ശക്തിയാണതിന്, എന്തൊരു പ്രാഗൽഭ്യമാണ്. ആ ജീവിതം നമുക്ക് നേടണം. അതാണ് നമുക്ക് ആവശ്യം. എല്ലാം ക്ഷയിച്ചു പോകും, എല്ലാം ശവക്കുഴിയിൽ തീർന്നു പോകും, എല്ലാം ശവക്കുഴിയുടെ അരികത്ത് വരുമ്പോൾ എല്ലാം തീർന്നു പോകും. എന്നാൽ തീരാത്തത് എൻ്റെ യേശുവേ നീ തരുന്ന സ്നേഹത്തിൻ്റെ ഉപഹാരം മാത്രം. ഹല്ലേലൂയ. യേശുവേ നീ തരുന്ന ത്യാഗത്തിൻ്റെ ആ ബലിവേദി മാത്രം. ഹല്ലേലൂയ. യേശുവേ നീ തരുന്ന കുരിശിൻ്റെ പാഠം മാത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുരിശിൻ്റെ പാഠം നീ എനിക്ക് തരുന്നല്ലോ. കുരിശിലെ സ്നേഹത്തിൻ്റെ പാഠം നീ എനിക്ക് തരുന്നല്ലോ. ക്രൂസിലെ ത്യാഗത്തിൻ്റെ പാഠം നീ എനിക്ക് തരുന്നല്ലോ. ക്രൂസിലെ വിട്ടുവീഴ്ച അനുഭവത്തിൻ്റെ പാഠം നീ എനിക്ക് തരുന്നല്ലോ. കർത്താവേ, ക്രൂസിൻ്റെ പാഠത്താൽ ഞാൻ നിറയട്ടെ. ഹല്ലേലൂയ. ക്രൂസിൻ്റെ പാഠം ഞാൻ ഉൾക്കൊള്ളട്ടെ. യേശുവേ, കുരിശിൻ്റെ സാക്ഷിയായി ഞാൻ തീരട്ടെ. കുരിശിൻ്റെ സാക്ഷിയായി, കുരിശിൻ്റെ മിത്രമായി തീരുവാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ. അനേകർ ക്രൂസിൻ്റെ ശത്രുക്കളായി നടക്കുന്ന ഈ ലോകത്ത് ക്രൂസിൻ്റെ ശത്രുക്കളായി അനേകർ നടക്കുമ്പോൾ ഞാനൊരാൾ ക്രൂസിൻ്റെ മിത്രമായി, ക്രൂസിൻ്റെ സാക്ഷിയായി തീരുവാൻ എൻ്റെ ആയുസ്സിതാ നിനക്ക് വേർതിരിച്ചു തരുന്നു. ഇനിയുള്ള ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും യേശുവേ നിൻ്റെ സ്നേഹത്തിൽ എരിഞ്ഞു തരുവാനായി ഞാനിതാ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് ഞാനിതാ തരുന്നു. യേശുവേ, നിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ആവസിക്കണമേ. നിൻ്റെ പരിശുദ്ധ റൂഹ എൻ്റെ മേൽ ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഇറങ്ങി വന്ന് എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ നീ വിശുദ്ധീകരിക്കണമേ. ആരോടും പകയില്ലാത്തൊരു ജീവിതത്തിൻ്റെ സൗഭാഗ്യവും സന്തോഷവും അനുഭവിപ്പാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ മേൽ നിന്റെ കരം വയ്ക്കണമേ. ഹല്ലേലൂയ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും തുടരണമേ, തലോടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും കരുണയുള്ള കർത്താവിൻ്റെ സ്വഭാവമുള്ളവരാക്കി തീർക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.